വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ് ചിക്കൻ പോക്സ്. ഈ രോഗത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. വേനൽക്കാലത്ത് കാണുന്ന ചിക്കൻ പോക്സ് വെരിസെല്ല സോസ്റ്റർ എന്നുള്ള വൈറസ് മുഖേനയാണ് സ്പ്രെഡ് ആവുന്നത്. കൂടുതലായിട്ട് കുട്ടികൾക്കാണ് കാണാറ്. വലിയ ആളുകൾക്കും കാണാറുണ്ട്, പക്ഷേ വളരെ കുറവാണ്. ഇനി വലിയ ആളുകൾക്ക് വരികയാണെങ്കിൽ വളരെ സിവിയർ ആയിട്ടാണ് കാണാറ്. ഈ ചിക്കൻ ബോക്സ് മെയിനായിട്ട് പകരുന്നത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയാണ്. അതായത് ഇപ്പോൾ ഒരാൾ ടച്ച് ചെയ്ത് ഭാഗത്ത് വേറൊരാൾ ടച്ച് ചെയ്താൽ അങ്ങനെ പകരും. അതുപോലെ ഈ ചിക്കൻ ബോക്സ് വന്ന ഒരാൾ ഉപയോഗിച്ച സാധനങ്ങൾ മറ്റൊരാൾ ഉപയോഗിച്ചാലും അങ്ങനെയും പകരുന്നതാണ്. അതുപോലെ ശരീരത്തിൽ നിന്നും വായിൽ നിന്നും വരുന്ന സ്രവത്തിലൂടെയും ഈ ചിക്കൻ ബോക്സ് പകരുന്നതാണ്. അതായത് തുമ്മൽ, ജലദോഷം ഒക്കെ ഉണ്ടാവുമ്പോൾ എയറിലൂടെ ഇത് പകരുന്നതാണ്. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കുളിച്ചു കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പകരുക എന്നുള്ളത്. പക്ഷെ അതൊന്നും സത്യമല്ല. സാധാരണ ഓരോ അസുഖത്തിനും ഓരോ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഈ ചിക്കൻ ബോക്സിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 10 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു വ്യക്തികൾക്ക് ഈ വൈറസ് വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് പുറത്ത് കാണപ്പെടുന്നത് ഒരു 14 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം അത് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ് ഈ ചിക്കൻ ബോക്സ് വന്ന ആൾ കുളിക്കാൻ പാടില്ല, അത് മേല് കഴുകാൻ പാടില്ല എന്നുള്ളൊരു തെറ്റായൊരു അറിവുണ്ട്. അങ്ങനെയൊന്നുമില്ല. ചിക്കൻ ബോക്സ് വന്ന ആൾ നേരിയ ഇളം ചൂടുവെള്ളത്തിൽ അവരുടെ മേലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അവരെ സോപ്പിട്ട് അധികം വല്ല പതപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു നേരിയ ചൂടുവെള്ളത്തിൽ മേല് കഴുകി അതിനെ ഡ്രൈ ആയിട്ട് നല്ല തുടച്ചെടുക്കുന്നത് നല്ലതാണ്. ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ പനി, ജലദോഷം, ശരീരവേദന, തലവേദന ഇതൊക്കെ ആയിട്ടാണ് കാണുക. 2-3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിൽ റാഷസ് വരാൻ തുടങ്ങും. അത് ചെറിയ കുമിളകളായിട്ട്, വെള്ളം നിറഞ്ഞ ചെറിയ ചെറിയ കുമിളകളായിട്ടാണ് കാണപ്പെടുക. ചിക്കൻ ബോക്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആ വന്ന വ്യക്തിയെ സെപ്പറേറ്റ് റൂമിൽ കിടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, സോപ്പ്, ബെഡ്ഷീറ്റ്, പുതപ്പ്, തോർത്ത് എന്നിവയെല്ലാം സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ ബോക്സിന് പൊതുവേ കോംപ്ലിക്കേഷൻസ് കുറവാണ്. എന്നാലും റെയറായിട്ട് ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെ കാണപ്പെടാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ഗർഭിണികൾ, ഷുഗർ ഉള്ളവർ, അതുപോലെ മറ്റു മാരക അസുഖങ്ങളുള്ളവരൊക്കെയാണ് ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ചിക്കൻ ബോക്സ് വന്നവർ മെയിനായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഈ ഓയിലി ഫുഡ്, നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ചിക്കൻ ബോക്സിന് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. അതുപോലെ ചിക്കൻ ബോക്സ് വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഡിസിനും ലഭ്യമാണ്.